ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? സുഖല്ലേ? അപ്പോൾ എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എവിടെ പോകുന്നല്ലേ, ഞാൻ നമ്മളെ പിള്ളേരെടുത്ത് പോവാം. എല്ലാവരും ചായ പിടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ചെറിയ പ്ലാൻ ഉണ്ട്. അപ്പോൾ നോക്കട്ടെ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു സാധനം ചെയ്യാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമുക്കറിയാം. അപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. തിരക്കും ആക്കാണ്ട് മെല്ലെ അടിച്ചാൽ മതി. എല്ലാവരും പേടിച്ചോ. കുറേ അത്രക്ക് കാര്യം ആ 100 ആൾ കാണുന്നെങ്കിൽ ആ 100 ആൾ ലൈക്ക് അടിക്കേ. എന്തെന്നാണ് കഴിഞ്ഞ വീഡിയോ ആദ്യമായിട്ടാണ് തോന്നുന്നത്. ഫസ്റ്റത്തെ 1000 വ്യൂസ് കഴിഞ്ഞു. മാഷാ അല്ലാഹ്. അപ്പം അങ്ങനെ നമ്മൾ 1000 വ്യൂസ് എല്ലാം കഴിഞ്ഞ് ഇനി അത് മില്യൺ ആവണം. മീൻസ് ഇല്ല, ലക്ഷം കഴിഞ്ഞിട്ട് മില്യൺ ആയി. 1,00,000 വ്യൂസ് ആയിട്ട് 1 lakh വ്യൂസ് ആയിട്ട് അടുത്ത മില്യണ്. അങ്ങനെ നമ്മൾ കുതിച്ചുയരണം. ഞാൻ ആ പിള്ളേരെടുത്ത് പോവാ. അവർ നമ്മൾ ചായ പിടിക്കുന്ന സ്പോട്ടിലുണ്ട്. ഞാൻ നോക്കട്ടെ, പോയോക്കട്ടെ. ഓക്കെ, ഹലോ, ഹായ് ഹായ് ഗൈസ്, ഞങ്ങൾ വീണ്ടും എത്തി. അപ്പോൾ പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. നല്ല മധുരയിടാത്ത കോഫി, മധുരയിടാത്ത ചായ, മധുരമുള്ള ചായ, കടിയുണ്ട്. ഇവരെല്ലാം കടികൾ, നമുക്ക് കടി വേണ്ട. ഞാൻ പഴംപൊളി ഞാൻ കഴിച്ചിട്ടില്ല. എന്തിട്ടാ? ഞാൻ ഹെൽത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഹെൽത്തി കുട്ടനാണ്. ഇനി ഒറ്റൊരാൾ അവന്റെ അടുത്ത് പറഞ്ഞ മധുരാണ്ട് അന്ന് കഴിക്കാണ്ടിരുന്നത് ഇവ എന്നെ കൊണ്ടാ. ഞാൻ പറഞ്ഞു മധുരം കഴിക്കാൻ പാടില്ല, മധുരം ശരീരത്തിന് പെടുക്കാം. കുറച്ച് ഇങ്ങനെ മധുരം കുറച്ചിട്ടുള്ളൂ, നിർത്തിയിട്ടില്ല. നിർത്തി. അതായത് മധുരം ഇപ്പൊ കഴിക്കുന്നില്ല. ഒരു 1 വീക്ക് ആയിരുന്നു അല്ലേ? 1 വീക്കാ? കൈയോട് അതിന്റെ ഇടയിൽ ഇവന് 2-3 പ്രാവശ്യം പെപ്സി കുടിച്ചില്ല. ഇല്ലില്ല, ഇതുവരെ കുടിച്ചു. അന്ന് ഷവായ വിലാതി പോയിട്ട് ഷവായ കഴിച്ചിട്ട് നെഞ്ചി കെട്ടിട്ട് പോലും ഞാൻ ഷുഗർ കഴിച്ചിട്ട്. വെള്ളം കുടിച്ചാ പോരെ? നെഞ്ചിന് കിട്ടി. നെഞ്ചി കെട്ടിയ വെള്ളം കുടിക്കണം. പെപ്സി കുടിക്കാറ്. ഞാൻ എപ്പം വെള്ളം വിട്ടു. പെപ്സി കുടിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ മധുരം കുടിച്ചിട്ടില്ല. എനിക്ക് ഷുഗറാ. 1 വീക്ക് ആയിട്ട്. അതിന്റെ ഉണ്ട് മുഖത്തെന്തൊരു ബ്രൈറ്റ്നെസ് എല്ലാം ഫുള്ള് സൺസ്ക്രീം ഇവന്റെ മുഖത്ത്. എന്നിട്ട് ഉള്ളി കേറും. എനിക്ക് പെണ്ണ് കിട്ടി. അപ്പൊ എനിക്കെന്തും പറയാം. എനിക്ക് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതൊന്നും അല്ല, ഇവിടുത്തെ ചൂടിന് സൺസ്ക്രീൻ ആണെങ്കിൽ ഇട്ടില്ലെങ്കിൽ ശരിയാ മോനെ. ഇവിടുത്തെ ചൂടിന് എന്തെങ്കിലും പറ്റിയിട്ടില്ലെങ്കിൽ കരിഞ്ഞു നോക്കല്ല. എന്താ പറയാ, അങ്ങനെ നമ്മളെ എന്തെങ്കിലും ആവും നമ്മള്. അതുകൊണ്ട് നമ്മള് കോഫി കുടിച്ചിട്ട് വരാം. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ചിലപ്പോ ഉണ്ടാവുള്ളൂ, പക്ഷെ എന്തെങ്കിലും ലൈക്ക് ചെയ്യാൻ ഉണ്ടാവും. അപ്പൊ വരാട്ടാ. അടിച്ച ബ്ലൂം നമ്മളെ പടക്കുതിരയിൽ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പടക്കുതിര. എവിടെയാ പോന്നെ? സ്പൾബർ പറയോ? വാദി മസ്താനി. എവിടെയാ പോകുന്നുണ്ട്? എന്താ പറ, ആടെന്നല്ലേ? നമ്മളാകും. അറിയില്ല എന്താ ഉള്ളതെന്ന് അറിയില്ല. അവിടെ ഒട്ടകം ഉണ്ടാവും. ഒരാളുണ്ട് അവിടെ. സർപ്രൈസ് ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. സൗദിയില് തീരില്ലാത്ത സാധനം ഒട്ടകം. അതുകൊണ്ട് ഒരു ഒട്ടകം ഉണ്ട്. സർപ്രൈസ് സർപ്രൈസ് അല്ലേ? സർപ്രൈസ് നമ്മള് നട്ടോ, പ്രേക്ഷകർ നട്ടോ, അതാ മെയിൻ. നെട്ടാന്നില്ല. ഇവനെപ്പം കാണുന്നോണ്ട് ഓനെപ്പം കാണുന്നോണ്ട് നെട്ടാൻ ചാൻസ്. എന്നെ കണ്ട് നിങ്ങൾ നെട്ടിട്ട് കാര്യമില്ലല്ലോ. അതേപോലത്തെ സാധനം. അനക്ക് മനസ്സിലായി എന്താ? അതേപോലത്തെ ഒരു സാധനം. നിനക്ക് മനസ്സിലായില്ലല്ലോ. എനിക്ക് കത്തി. ഞാൻ ചെവി പറ. അല്ല, കാണുന്നോണ്ട് പ്രശ്നമില്ല. ഇവനെ കാണിച്ചു കൊടുക്കുന്നു. നമുക്കല്ല രണ്ടാം കത്തി. ഇവന് കത്തിയില്ല. ഇവന് ഹിന്റ് കൊടുത്ത് വലിയൊരു ഹിന്റ് കത്തിയില്ലല്ലോ. പറയും പ്രേക്ഷകരോടൊന്നും പറയാനല്ലേ. ഇവന്മാരെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല. കൂട്ടത്തിലുള്ളവന്മാരെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല. അവിടെ ചെല്ലുമ്പോൾ വല്ല പട്ടീനെ പൂച്ചേനായിരിക്കും കാണിക്കുന്നത്. എനിക്ക് വെള്ളിയാഴ്ച ഒരു യൂട്യൂബ് വീഡിയോ ഇടണം. കൺസിസ്റ്റന്റ് ആവണം. എന്റെ 100ഓളം വരുന്ന പ്രേക്ഷകർക്കെല്ലാം സങ്കടാവും. മനസ്സിലാക്കണം അവസ്ഥ. മനസ്സിലാക്കുക. അവിടെ ഇങ്ങനെയാന്ന് എല്ലാരും പൊട്ടി മുളക്കുന്നല്ല. ഒറ്റടിക്കനെ 1 മില്യൺ അടിക്കൂല. ഇതെല്ലാം തുടക്കാന്ന് എന്നോട് ഞാൻ പറയും ഇടക്കിടക്ക്. ഒറ്റടിക്കൊന്നും അങ്ങ് കയറി പോവില്ല. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇടണം. ഇൻസ്റ്റയിലെല്ലാം പണ്ട് 1000 വ്യൂസ് കിട്ടുന്നുള്ളൂ. ഇപ്പം കിട്ടുന്നത് എങ്ങനെയാ? ആ പണ്ടിലാണ് ഞാനിപ്പോ. അത് റെഡിയാവും. ഒരു ബിസിനസ്മാന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഫോൺ ഉപയോഗിക്കരുത്. വണ്ടി ഓടിക്കുമ്പോ ഫോൺ ഉപയോഗിക്കുക. അത് ഓന് ഇവൻ കൊടുത്തോളൂ. പഠിച്ചോനല്ല ഫൈനല്ല, ക്യാമറയിൽ അടിയുമ്പോ കൊടുത്തോളൂ. അത് നമ്മള് നോക്കണ്ട.
അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് എന്താ, ഇപ്പൊ 1000 വ്യൂസ് കിട്ടുന്നതിന് അൽഹംദുലില്ലാ പറയാ. കുറച്ച് കഴിയുമ്പോ നമുക്ക് പോണ്ട സ്ഥലം മറന്നുപോയി. അൽഹംദുലില്ലാ പറയാം. കുറച്ച് കഴിയുമ്പോ സ്ഥലം മറന്നുപോയി. പിന്നെ അൽഹംദുലില്ലാ പറയാം. പോണ്ട സ്ഥലം മറന്നുപോയി. ഇതിപ്പോ നമ്മള് പോന്നേ എന്തോ ഇതും കൂടി രണ്ടാമത്തെ സർപ്രൈസ് നമ്മൾ ഈ സ്ഥലം കാണുന്നേ. ഈ യൂട്ടേൺ അടിച്ച് കളിക്കപ്പോ ഈ യൂട്ടേൺ ഒരു ഇതാ മറ്റേ ലൂപ്പാ. ലൂപ്പിലുള്ള യൂട്ടേണാ ഇത്. യൂട്ടേൺ രണ്ടാമത്തെ അവിടുന്ന് യൂട്ടേൺ അടിച്ച് ഇങ്ങനെ വന്നു, പിന്നെ ഇങ്ങനെ പോകും. അല്ല ഇവിടെ വന്ന എപ്പോഴും ലൂപ്പാ. അന്ന് വന്ന ഓർമ്മ ഉണ്ടോ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ, വീക്കെൻഡുകൾ എൻജോയ് ചെയ്യൂ, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ. നീ പറ, നീ ഒരു മോട്ടിവേഷൻ കൊടുത്ത എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി. ജീവിതത്തിൽ ഒരിക്കലും തളരരുത്. തളരരുത്. തളർന്നത് പിന്നെ എങ്ങനെയാ തളരരുത്? നീ ഇപ്പൊ കരഞ്ഞ പോലെ. നീ ഇപ്പൊ എന്തിനാ കരഞ്ഞേ? അത് നമ്മള് ഓരോ കഥകൾ കേൾക്കുമ്പോഴോട് പറയണോ നീ എന്തിനാ കരഞ്ഞ? ഞാൻ കരഞ്ഞല്ല, സങ്കടപ്പെട്ടു പോയി. ഒരു കഥ കേട്ടിട്ട് ഒരാളുടെ ഇൻഷാല്ലാ വരുന്ന വീഡിയോയിൽ പറയാം എന്താന്നുള്ളത് അല്ലെ. എന്താന്നുള്ളത്. അതെ, അതുകൊണ്ട് സ്ട്രേഞ്ചറുടെ കഥകളൊക്കെ കേൾക്കാൻ ഞാൻ ഒന്നുപോയി. അന്നേരം നമുക്ക് സങ്കടായി. പറ, കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടില്ല. നീ ഒരു കഥ എന്താ മോട്ടിവേഷൻ അല്ല, ഉള്ളീന്ന് വരണ്ടേ? ഉള്ളീന്ന് വരട്ടെ. ഉള്ളിന്ന് വരണ്ട, ഉള്ളിന്ന് വന്നോ? ഉള്ളിന്ന് വരണ്ട. വണ്ടി ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കാര്യം. അവിടെ നമ്മളെ പണ്ടത്തെ കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പത്തെ ചെറിയ പിള്ളേരോട് പരമാവധി എൻജോയ് ചെയ്തോ. കഴിഞ്ഞ് ഇവിടെ പിള്ളേർ മണ്ണി കളിക്കുന്നില്ലേ? കളിക്കുന്നില്ല. ഇല്ല, നീ പോയിട്ടൊന്നും കളിക്കുന്നില്ല. എല്ലാവരും പറയാനുള്ള പഠിക്കാനല്ല, സ്കില്ല് വെച്ച് ഇഷ്ടമുള്ള കാര്യം മാത്രം. ഇപ്പൊ കൊറേ ഉമ്മമാരെല്ലാം നോക്കുന്നുണ്ട്, ഗൾഫിൽ കയറിയാലേ രക്ഷപ്പെടും. നോ, അങ്ങനൊന്നും നമ്മളെ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കൊറേ വഴിയുണ്ട്. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാം പിള്ളേർക്ക്. ഇപ്പൊ നമ്മൾ ഇവിടെ വന്നാൽ നമുക്ക് തിരിയുള്ളൂ. ഇപ്പൊ നമ്മളെല്ലാം പാഠം പഠിച്ച് അല്ലേ? അൽഹംദുലില്ലാ നമ്മൾ നല്ലൊരു സ്ഥലത്തായോണ്ട് നമ്മളെ ഹാപ്പിയാ. സൗദി മദീനത്തായോണ്ട് വേറെ ആണെങ്കിൽ നമ്മൾ ഹാപ്പി ആവില്ല. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് പണ്ടത്തെ നമ്മളെ പണ്ടലില്ല, എന്താ കാണല്? മായാവി. നീ ഇത് കാണണ്ട, വരുന്ന വരുത്തുണ്ട് മോനെ. ഇപ്പൊ ഒന്ന് വിജയ് വന്ന പോലെ ആവൂല ആ പവർ. ചോട്ടാവി ലഡുന്നും പുറത്തേക്ക് ഒരു അങ്ങനെ കയറൂല്ലോ സാധനം. ഞാൻ ചോട്ടാവി അങ്ങനെ കണ്ടിട്ടില്ലടാ. അജു ആയിട്ട് ഇടക്ക് രാത്രി ഞാൻ ചോട്ടാ ഭീം കണ്ടിട്ടുണ്ട്. അതിന്റെ ക്യാരക്ടേഴ്സിന്റെ നെയിം പറയാം. ചോട്ടാ ഭീം, ചുട്കി, പിന്നെ ഒരു കൊരങ്ങനുണ്ട്. കൊരങ്ങന്റെ പേരെന്നാ? കൊരങ്ങന്റെ പേര് കൊരങ്ങന്റെ ബുജ്ജി. മറ്റേ ഡോറ ബുജ്ജി അല്ലേ? അതിലും ബുജ്ജി ഇതിലും ബുജ്ജിയാ. ഞാനും ചോട്ടാ ഭീം അങ്ങനെ കണ്ടിട്ടില്ല. ഡോറ ബുജ്ജിയാണല്ലോ. ഡോറ ബുജ്ജിനെ അടക്ക പെണ്ണിനെ പിടിച്ച് അടിക്കാൻ തോന്നുന്നു. ആടുന്ന് കാണും സാധനം ചോദിക്കുക. അത് നിങ്ങൾ കാണുന്നുണ്ടോ? കാട്, മല, ഗസ്റ്റോന്റെ ഉണ്ടാമ്പൊരി. മാപ്പിൽ നോക്കാം. വരൂ, മാപ്പിൽ എന്തോ പറയല്ലോ. മറ്റേ നിങ്ങള് കുറുനരിയെ കണ്ടോ? കണ്ടോ? അയ്യോ, കുറുനരി മോഷ്ടിക്കരുത് പറയോ എല്ലാരും ഒപ്പരം. കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്, കുറുനരി മോഷ്ടിക്കരുത്. അപ്പൊ ഓള് തരും, അപ്രീസിയേഷൻ തരും. എങ്ങനെ പറയാ? എങ്ങനെയാണ് പറയാ? ഓള് അപ്രീസിയേഷൻ ചെയ്യൂ. എന്താ വെച്ചാൽ പ്രശ്നം എന്താ, കണ്ണിന്റെ മുന്നിൽ കാണാം, എന്നാലും പറയും കുരുന്നിരി എവിടെ, കുരുന്നിരി എവിടെ. പറയല്ലോ, കണ്ടുപിടിച്ചെടുത്ത് ഓളന്നെ വൈകി പറയല്ലോ, എന്തോ ഉത്തരം കൊടുക്കല്ലോ. ഓളന്നെ ഉത്തരം കൊടുക്കും. പിന്നെ വേറെ ഇത് ജാക്കി ചാൻ. ഓ, ഹീറോ പൊന്നെ. അങ്ങനെയൊക്കെ കൊറേ കഥയുണ്ട്. ഡീസൽ അടിക്കണേ. ഡീസൽ ഇപ്പം വരാട്ടാ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളങ്ങനെ സ്ഥലത്തെത്തി. വാവ്, വണ്ടർഫുൾ. വാവ്, ഒരു സാധനം ഉണ്ട്. കറങ്ങാൻ ഒന്ന് പിടിച്ച പാടാൻ കറങ്ങാനുണ്ട്. കൈത്ത് കേട് ഇതിനോട്ടോ. 1 2 3 സ്റ്റാർ കറങ്ങിക്കോ. എല്ലാം ഭ്രാന്തന്മാരാണല്ലോ അടിച്ചാണ്. ഇല്ലോനും ഭ്രാന്തേ. ഞാൻ ഇരിക്കുന്നവനാണ് ഈ വലിയ ഭ്രാന്തൻ, പക്ഷെ വരുന്നില്ലോ. ഓനാ വലിയ ഭ്രാന്തന് വരുന്നില്ല. സീനല്ലേ? ആകാശത്ത് നല്ല ആകാശക്കൂടാരം കാട് ഇങ്ങനെ കറങ്ങിയല്ലോ. വീട് വെച്ചാ പോരെ.
അപ്പൊ ഗൈസ് നമ്മള് ഇവിടുത്തെ കാറ്റ് കാരണം ഇവിടുന്ന് നമ്മള് എല്ലാം സ്കൂട്ടാവാം. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അടിപൊളി. അടുത്ത സ്ഥലം പിടിക്കാം, ഇരിക്കാൻ പറ്റുന്നില്ല, നല്ല കാറ്റ് വെയിലും. പക്ഷെ രസമുണ്ടല്ലേ, സൂപ്പറാണ്. എല്ലാരും വരിക. ഓക്കെ, എങ്ങനെ ലൊക്കേഷൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ. ഒന്നുമില്ല, മരുഭൂമി നടിച്ചാൽ മതി. എല്ലാവരും പോയി ഇതുപോലെ തന്നെ ഉണ്ടോ? മല, കാടില്ലേ, കല്ലി. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി പോവുകയാണ് ഗൈസ്. ഓക്കെ, നല്ല കാറ്റ്. പറയുന്ന കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലം ലക്ഷ്യമാക്കിയിട്ട് പോവാ. നമ്മൾ അടുത്ത എങ്ങോട്ടേക്കാണ്? അൽഫിക്ര. അൽഫിക്ര എന്നാണ്. എന്താ അവിടെ എന്താ ഉള്ളേ? ഇല്ല, അങ്ങനെ മല മല. ഇതെല്ലാം എന്താ? ഇത് കുന്ന്. ആ, അപ്പൊ നമ്മളിപ്പം കണ്ടത് കുന്നാണ്. അടുത്ത കാണാൻ പോകുന്ന മല. ഇതെല്ലാം എന്താന്നറിയോ? കുന്ന്. അടുത്ത മല. ആ, അപ്പൊ നമ്മള് കാണാൻ പോവാം. നമുക്ക് വണ്ടി എടുക്കാം. ഓക്കെ, വണ്ടിക്കല്ലേ ഗൈസ്. നമ്മൾ അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് എന്തിനും അൽഫിക്ര. അൽഫിക്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മന്ദം പോയി എവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളി, നല്ല വ്യൂ ആണ്. വ്യൂ ഒന്നും പറയാല്ല, ഫുള്ള് കുന്ന്. കാണുമ്പോ നിങ്ങൾക്ക് കാണുമ്പോ ഒരു ഫീൽ ഉണ്ടാവും, നമുക്ക് കാണുമ്പോ ഒരു ഫീൽ ഇല്ല. കണ്ട് മതിയായി അല്ലേ? ശരി, പച്ചപ്പില്ലാത്ത കുന്ന്, പച്ചപ്പില്ലാത്തൊരു കുന്ന്. ഇത് കുറച്ച് പുല്ലെല്ലാം പിടിപ്പിച്ച് നമുക്ക് അടിപൊളി ബിസിനസ് ഐഡിയ ഫുള്ള് നാട്ടിന്ന് ഇമ്പോർട്ട് ചെയ്യാം. മറ്റേ ഇങ്ങനെ വെയിലത്ത് വളരുന്ന മറ്റേ പുല്ല് അങ്ങനത്തെ എല്ലാം ഇമ്പോർട്ട് ചെയ്യാം. ഫുള്ള് എല്ലാ കുന്നുമേലും നട്ടുപിടിപ്പിക്കാം. $1 million. ആര് നടും? അത് പണിക്കാർ എത്തിക്കാം. നമ്മള് മലയാളി. ആ, $1 million ബിസിനസ്. ഓ, ചിന്തിച്ചോക്കി. ഇൻവെസ്റ്റ് ചെയ്താ എനിക്കെത്രയുള്ള ടൈമില്? എനിക്കെത്ര വേണ്ട ഇപ്പൊ? നമുക്ക് കുറച്ച് എത്രയും ഒരു 10 കോടി. അച്ചോ, ആദ്യം ഒരു കുന്ന് ഫോക്കസ് ചെയ്യാം. പുല്ലിന്റെ ഹോൾസെയിൽ റേറ്റ് നോക്കിട്ട് പറയാം. മോനെ ബുദ്ധി കാണേണ്ടേ കാടുകൾ ഇലക്കാതെ പോകേണ്ടേ ദൂരം. നോക്കിയേ, ചിറാപുഞ്ചി മയത്ത്, ചിറാപുഞ്ചി പറമ്പത്ത്, ചിറാപുഞ്ചി പറമ്പത്ത്, ചിറാപുഞ്ചി പറമ്പത്ത്. സീനിയല്ലേ, സീന സ്ഥലം. അവിടെ മുമ്പിൽ ഒരു സാധനം വെച്ച് ഒട്ടകത്തിന് അറബി ഹാഷിയല്ലേ? ജബല. ഈ മാലക്കാണ് അതെല്ലാം പറഞ്ഞ. ഒട്ടകത്തോട് സലാം പറഞ്ഞേ, വേറെ ഒന്നുമല്ല കേട്ടാ. ഒട്ടകം തിരിച്ചു പറഞ്ഞില്ല. ഓ, ഇതാ സ്ഥലോ, വ്യൂ. വന്നത് മുതലേ അല്ലെങ്കിലും വന്നത് മുതലാകുമല്ലോ. നമ്മളാരാ? നമ്മള് വെറുതെ പോയാൽ തന്നെ മുതലായി. നമ്മള് പോയ ആ സ്ഥലം പിന്നെ ടൂറിസ്റ്റ് സ്പോട്ടായി. ഹിഡൻ സ്പോട്ട് ഇൻ സൗദി അറേബ്യ. ഹിഡൻ ആണെന്നേ ഉള്ളൂ. ആ, കിട്ടി. കമ്പനിയിൽ ഇങ്ങനെ ഇടും അല്ലെ? ഹിഡൻ സ്പോട്ടിന് സൗദി അറേബ്യ അല്ല, മദീന കേസ്. ഓ, കിട്ടി. ഓ, സീനടാ. ക്ലാസ് സന്തോഷിക്ക്. ഒറ്റ ജീവനുള്ളൂ, ഒറ്റ ജീവിതം. നമുക്ക് വേണ്ടി ജീവിക്കണം. മോട്ടിവേഷൻ കിട്ടില്ല. ഇങ്ങനെയൊക്കെ മോട്ടിവേഷൻ തരിക. എല്ലാവരും എങ്ങനെ ജീവിക്കണം, ജീവിക്കാൻ പഠിക്കണം. സ്ഥലം അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് ഉള്ളത് വരെ ഒപ്പിച്ചിട്ട് നമ്മള് പോകത്തുള്ളൂ ഇവിടുന്ന്. അടുത്ത വെള്ളിയാഴ്ച നമ്മളെ മുത്തുമണിയായ നിയാൽ ഫ്രം കണ്ണൂർ തലശ്ശേരി അപ്പുറം പുറത്ത് വിടവാങ്ങുകയാണ്, പോവാണ്. നാട്ടിൽ നിന്ന് വേണം. നാട്ടില് ഇതെല്ലാം കേൾക്കുന്നുണ്ടാവും ഞാൻ. ക്ലാസ് താത്തിട്ട് ഒച്ചപ്പാടിന്റെ അറിയില്ല. മൈക്ക് സ്പോൺസർ ചെയ്തിട്ട് ആരെങ്കിലും? ഞാൻ സ്പോൺസർ നമ്മളെ മൈക്ക് പോരാ. റൂമിൽ ഇരിക്കുന്ന മൈക്ക് എടുത്തു തരാം. അപ്പൊ നമ്മള് പോയട്ടെ. അജു റോട്ടുമേൽ വന്നിരിക്കുന്ന അജു. കൂടെ നിഹാലും ഉണ്ട്. അജു അജുവിന്റെ മക്കളും സിനാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, ഞാനും നിഹാലും ഇരിക്കുന്നു. ഓക്കെ ഗൈസ്, അത് പോയി. ഇനി മോട്ടിവേഷൻ വേണോ? മദീന നല്ല വണ്ടി ഉണ്ട്, പറ്റിയ സ്ഥലം.
എന്റെ മോനെ ഇതാണ് വ്യൂ. The roads are amazing. ഇത് നാട് സ്വർഗം. സീന് നമ്മളെ എന്താ പറയാ, രാവിലെ സുബൈക്കിലോ ചായ കുടിക്കാൻ പോലെ ആ ഒരു മൂഡ്. സുലൈമാനിയെല്ലാം ബാക്കിൽ പാക്ക് ചെയ്യാ. അടുത്ത പ്രാവശ്യം നമ്മൾ സെറ്റ് വിത്ത് ക്യാമ്പ് സാധനം മോനെ. ഏതാ റോഡ് ഇത്? ക്യാമറയൊക്കെ അധികം കാണിക്കാൻ പറ്റില്ല, ഫോണായി പോയി. ഡ്രോൺ ഉണ്ടെങ്കിൽ പറപ്പിക്കും. ഡ്രോൺ ഷോട്ട് ഇല്ല മുത്ത, ഇതിന്റെ ഡ്രോൺ ഷോട്ട് ശരിയായ സാധനം എനിക്ക്. പക്ഷെ ഡ്രോൺ ഇല്ല. സ്പോൺസർ പക്ഷെ ഡ്രോൺ ഇല്ല. പക്ഷെ വണ്ടേ ഞാൻ വാങ്ങും. License ഉണ്ട് ഇവിടെ. ലൈസൻസ് ഇവിടെ ലൈസൻസ് വേണം. അതും വിഷയമില്ല. ഇവിടെ പറത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെടിവെച്ചിടുക. അന്നത്തെ ദിവസം തന്നെ ഡ്രോൺ പോകും. അല്ല നമുക്ക് ലൈസൻസ് എല്ലാം എങ്ങനെയെങ്കിലും എടുക്കാം. നാട്ടിൽ ലൈസൻസും വേണ്ടാവും അല്ല, ചില സ്ഥലത്ത് എയർപോർട്ടിൽ ചില സ്ഥലത്ത് വേണം. എയർപോർട്ട് ഏരിയ, ആർമി ഏരിയ, ഡ്രോണൊക്കെ വേണം മുത്തേ. നമ്മൾ ഇങ്ങനത്തെ വ്യൂ എല്ലാം കാണാൻ ഡ്രോൺ തന്നെ വേണം. നമ്മൾ എത്ര വലിയ ഫോണിന്റെ ക്യാമറ മറ്റേ വലിയ ക്യാമറ എന്ന് വെച്ചാൽ നമുക്ക് ഈ കാണുന്ന വ്യൂ ഇല്ല, മേലെ നിന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ട്. നമ്മൾ ഈ പടക്കുതിരിയിൽ പോകുന്ന ഒരു വ്യൂ, മൂടായിരിക്കും. സെറ്റ് മദീന. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളി. നമ്മളിന്ന് പ്ലാൻ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പ്ലാൻ എന്തല്ലോ നമ്മള് പാളിപ്പോയി. പക്ഷെ വിചാരിക്കാത്ത പ്ലാൻ ഇത്. ഈ റോട്ടിലോട്ട് വരാൻ സംഭവം. നമ്മള് സമൂസ ചാലഞ്ച് വെച്ചേ. സമൂസ ചാലഞ്ച് വെച്ചാൽ നമുക്ക് ഈ വ്യൂ കാണാൻ പറ്റൂല. അതാ പറഞ്ഞ ഒറ്റ ജീവിതമുള്ളൂ, ഒറ്റ ജീവിതം. ഇനി മോട്ടിവേഷൻ തന്നെ തൊണ്ടോ. ഗൈസ് ഇനി ഇതായി കഴിഞ്ഞാൽ നമ്മളെ തൊണ്ടയിലെ വെള്ളം പറ്റും. നോ വെള്ളം, നോ ബക്കാല. വെള്ളം വാങ്ങിയിട്ടില്ല കേട്ടാ. ഒരു കുടിവെള്ളം ഇല്ല, പഴയ വെള്ളം പോലും ഇല്ല. അല്ലെങ്കിൽ എപ്പെങ്കിലായിട്ട് കുപ്പി എപ്പുണ്ടാവും, അതുമില്ല. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും, പഠിച്ചവനായിട്ട് തരും. നമ്മൾ ഇത്ര വരെ എത്തിയില്ലേ. വെള്ളച്ചാട്ടമെങ്കിലും കാണാം. വെള്ളം കൊണ്ടെത്തരും. മരുഭൂമിന്റെ ഇടക്ക് വെള്ളച്ചാട്ടം, വെള്ള ഉറവ. മറ്റേ പക്കടം വന്നു. അപ്പൊ അന്നേരം അവിടെ കുടിക്കും. ഓടിച്ചിന്റെ മേളോട്ട് കയറ്റും. സീൻ കേറും. അപ്പൊ നമ്മള് അടിപൊളിയായിട്ട് പോയിട്ട് വന്നേ. ലഡാക്ക് സൗദിയിലെ ലഡാക്ക്. എടാ നമുക്ക് മൂന്നാക്കും കൂടിയിട്ട് 3 ചങ്ങായിമാരെ കിട്ടിയല്ലേ? 1 2 3 മൂന്നാക്ക് 3 ചങ്ങായിമാരെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ നോക്കിക്കുന്നുണ്ട്. നമ്മളെ വൈബാണ്. വ്യൂ കണ്ട് ആസ്വദിക്കുക. കാണിച്ചു തരാൻ ഇന്ന് ഡ്യൂട്ടിയില്ല. 1 2 3 കൈത. നമ്മളൊപ്പരം വരാത്തവരെ സ്മരിക്കുക അല്ലെ? നമ്മളൊപ്പരം വരാത്തവരെ സ്മരിക്കുക. സീൻ മോനെ. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. ഇതൊക്കെ സണ്ണ് കിസ്ഡ്. സണ്ണ് മുമ്പ് വെച്ചു. വിമാനം ഇത് ഉണ്ടാക്കി അവരുണ്ടാക്കി. അപ്പൊ സർക്കാർ എന്താ പറഞ്ഞേ? ഡ്രോപ്പ് ആക്കി കളി. ഇവിടുന്ന് വർത്തിക്കാൻ കഴിയില്ല. ഈ കുന്നുമേന്ന് എന്തിനും ഒരു പ്ലാൻ എന്താ പറയുക? മേലെ കുന്നുമേനെ നേരെ അങ്ങ് വിമാനം ഇടുക, എന്നിട്ട് പറക്കുക. നമ്മളെ പേപ്പർ വിമാനം വിടില്ലേ? നല്ല രസമില്ല നമ്മളെ വ്യൂ കാണാൻ. രസമുണ്ടോ? നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. കണ്ടാണില്ല. അപ്പൊ നമ്മള് സൗദിയുടെ ഇടൻ സ്പോട്ടായ സ്ഥലം എത്തി. ഇതിന്റെ മുകളിൽ കയറി അടിപൊളി വ്യൂ ഉണ്ട്. ഇത് അപകടം പിടിച്ച സ്ഥലമൊന്നുമല്ല. കുറെ ഫാമിലിയും കുട്ടികളെല്ലാം ഉണ്ട്. ഇത് ചെറിയൊരു അഡ്വഞ്ചർ അത്രേ ഉള്ളൂ. പേടിക്കാൻ മാത്രം കാണും. വീഡിയോ കാണും വലിയ ഭീകര അവസ്ഥ പോലെ ഉണ്ടാവും. പക്ഷെ അത്ര വലിയ തോന്നല്ല. സീനടാ. നല്ല രസം ഇരിക്കാൻ. നല്ല സൺസെറ്റ് കാണാൻ ഇങ്ങനെ ഇരുന്നിട്ടല്ലേ. ഇനി വേറെന്ത് ഇരുന്നാലുണ്ട്. നമ്മള് സൺസെറ്റ് എന്റെ മോനെ ഗോൾഡൻ ഹൗസ്. മോനെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇങ്ങനെ ഇരിക്കടാ. നമ്മള് ഫോട്ടോ എടുക്കട്ടെ. അപ്പൊ ഈ വീക്കെൻഡിനെ കുറിച്ചിട്ട് നമുക്ക് ഒരാളോട് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ക്ലാസ് പ്ലാൻ ചെയ്തിട്ടില്ല. ബട്ട് സംഭവം അടിപൊളി. നമ്മള് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ പ്ലാൻ ചെയ്തത് ഫ്ലോപ്പായി. ബട്ട് ഈ സ്ഥലം നമ്മളെ ലൈക്ക് ഹാപ്പി ആക്കി. ഒരു അടിപൊളിയായിരുന്നു.
ഏയ് മാഷാ. തണുപ്പില്ല ചെറിയ നല്ല നല്ല ഇതായിരുന്നു. നമ്മള് പ്ലാൻ അല്ലാണ്ട് വന്നിട്ട് അടിപൊളിയായ പോലെ പോയി. കുറെ ഫാമിലീസ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്കെല്ലാം വരാം. ഹിഡൻ സ്പോട്ട് എന്നല്ല, എന്താ പേരെന്തേനും അൽഫിക്കറ. സൗദിയിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അൽഫിക്കറ അല്ലേ, സൗദി വരുന്നവർ അൽഫിക്കറ. അടിപൊളി മദീന, സൗദിയിലെ മദീനയല്ല കേട്ടോ. വരിക, എൻജോയ് ചെയ്യുക. ഒരു ദിവസം വന്നിങ്ങനെ ഇരിക്കുക, വെറുതെ സൺസെറ്റ് എല്ലാം കാണാൻ. നല്ല സൺസെറ്റാ. ഞാൻ ടൈം ലാപ്സ് വെച്ചിട്ടുണ്ട്. നല്ല. അപ്പൊ ഞാൻ എന്നാലും ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ വീക്കെൻഡ് അങ്ങനെ കഴിയാനായി. നാളെ മുതൽ പിന്നെ പണിക്ക് പോകണം, അതാ വിഷമം. അപ്പൊ അടുത്ത ആഴ്ച ഇവനുണ്ടാവില്ല. എവിടെയാ പോന്നേ? എന്തിനാ പോന്നേ? അപ്പൊ അടുത്ത ആഴ്ച ഞാനും ഇവനെ ഉണ്ടാവുക. നമ്മളെ ഉണ്ടാവും. മറ്റോ വന്നിന് ഒപ്പന വേറെ ഒരുത്തനും കൂടി ഉണ്ട്, പക്ഷെ വരുന്നില്ല. അപ്പൊ നിങ്ങള് കമന്റ് കാണുന്നവര് കമന്റ് അടിക്കുക. 100 ആള് കാണുന്നവര് ഒരു 2 ആളെങ്കിലും കമന്റ് അടിച്ചാൽ നമുക്ക് സന്തോഷം. അതെന്താ അറിയാമോ? അടുത്ത ചാലഞ്ച് എന്താ ചെയ്യണ്ടേ? അല്ലെങ്കിൽ എല്ലാവരും കമന്റ് അടിക്കണോ? നോർമലായിട്ട് നമുക്ക് ചലഞ്ച് വീഡിയോസ് ചെയ്യാൻ വല്ലാണ്ട് താല്പര്യം. നമ്മളിങ്ങനെ കൂടുമ്പോൾ ചലഞ്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ല കാണാൻ രസം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചലഞ്ച് വീഡിയോ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് അടിക്കട്ടെ. ഓക്കെ, നമ്മൾ സൺസെറ്റ് ഇങ്ങനെ കണ്ടിരിക്കട്ടെ. ഇത് അത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും എന്താ പറയാ, അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് ഇതേപോലത്തെ തമാശകളും എല്ലാം ആയിട്ട് നമ്മൾ വരും. അതുവരേക്കും അപ്പൊ അടിപൊളി വീഡിയോസ് ആയിട്ട് വരണമെന്നുണ്ട്. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും വരണമെന്ന് ആഗ്രഹിക്കുന്നത്. വെള്ളിയാഴ്ച ലീവ് ഉള്ളു. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ച ഓരോ വീഡിയോ എടുത്തിട്ട് ശനിയാഴ്ച നിങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇടാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്ന വയലാണ്. അല്ലോ, അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഭാവിയിലൊരു വലിയ ആളാ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തോ. ഞാൻ അടിച്ചില്ല. 1 2 3 സ്റ്റാർട്ട്.